നമസ്കാരം. മാപ്രകളും പ്രതിപക്ഷവും കൊണ്ടുവന്ന ബാർക്കോഴ പ്രതീക്ഷിച്ചതുപോലെ ക്ലച്ച് പിടിച്ചില്ല. ബാർക്കോഴ എം.പി. രാജേഷിനെയും മുഹമ്മദ് റിയാസിനെയും ടാർഗറ്റ് ചെയ്ത് ഇറക്കിയ വ്യാജ വാർത്തയായിരുന്നുവെങ്കിൽ പുതിയൊരു ഗംഭീര വ്യാജ വാർത്തയുമായി മാധ്യമങ്ങളും പ്രതിപക്ഷവും രംഗത്തിറങ്ങിയിട്ടുണ്ട്. PSC കോഴയെന്നാണ് ഇവർ അതിന് ഇട്ടിരിക്കുന്ന പേര്. മന്ത്രി മുഹമ്മദ് റിയാസിനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് PSC അംഗത്വം ലഭിക്കാനായി 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിൽ 22 ലക്ഷം രൂപ കൈപ്പറ്റി. മന്ത്രി മുഹമ്മദ് റിയാസിന് വഴി അംഗത്വം നൽകാമെന്നൊക്കെയാണ് മേടിച്ചയാൾ പറഞ്ഞതെന്നൊക്കെയാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ തള്ളി മറയ്ക്കുന്നത്. തെളിവ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെളിവുമില്ല. എന്തായാലും ഒരു തെളിവില്ലാത്ത വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി മുഹമ്മദ് റിയാസിനെ വേട്ടയാടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് എന്താണ് പറയാനുള്ളതെന്ന് ആദ്യം ഒന്ന് കേൾക്കാം. വിഷയം ഇന്നലെ പറഞ്ഞു. ഈ തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് തന്നെ വലിച്ചെടുക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ ഇങ്ങനെ വലിച്ചഴക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. ഇതൊരു അന്യായമല്ലേ ശരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുക. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ അടിസ്ഥാനരഹിത അസംബന്ധ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ വലിച്ചഴക്കുന്ന നിലപാട് തുടരുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ നിയമസഭയിൽ വ്യക്തമാക്കി, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള തട്ടിപ്പുകളോ എന്ത് അനീതിയോ നടന്നാൽ അതിനെതിരെ കർക്കശമായ നിലപാട് മുഖം നോക്കാതെ സ്വീകരിക്കുന്ന ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ പൊതുവേ നമ്മൾ എടുത്തു പരിശോധിച്ച് നിങ്ങൾ നോക്കി, ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന ആരോപണങ്ങൾ ഒരു കാര്യവുമില്ലാതെ എന്നെ വ്യക്തിപരമായി വലിച്ചെടുക്കും. പിന്നീട് ആ വിഷയങ്ങളിൽ എവിടെ എത്താതെ പോകുന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നു. എന്നെ വലിച്ചഴിച്ചതിൽ ഒരു വസ്തുതയുമില്ല എന്ന് ബോധ്യമാവും. അങ്ങനെ ബോധ്യമായിട്ടും അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ തിരുത്താൻ തയ്യാറാവുന്നില്ല. അത് ഒരു ന്യായമല്ലല്ലോ, നമ്മൾ പരിശോധിച്ചാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് എല്ലാ അതിരുകളും കടന്നുള്ള ഈ ഇത്തരം പ്രചരണം അതിൻ്റെ ഭാഗമായി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും ഭൂഷണമില്ലാത്ത ഇത്തരം നിലപാടിനെതിരെ, വ്യക്തിഹത്യ നടത്തുന്ന സമീപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. താങ്കളുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള നടത്തുന്ന തട്ടിപ്പാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവമേ അങ്ങനെ ഒരു തട്ടിപ്പിന് ശ്രമം ഉണ്ടായിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, ഞാനിപ്പോൾ പത്രങ്ങളിൽ വായിച്ചവരാണ് എനിക്കുള്ളത്. അത് ഞാൻ ഇവിടെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഭാഗമായി പല പ്രസ്താവനകളൊക്കെ വരികയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, വളരെ മോശമായിട്ടുള്ള നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രസ്താവന ഉൾപ്പെടെ ഇറക്കുന്നു. നിയമ നടപടി സ്വീകരിച്ചു മുന്നോട്ട്. കോഴിക്കോട്ടെ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ പേര് ഉൾപ്പെടെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ വാർത്ത കേട്ടിട്ടുള്ള പേരിൽ എനിക്കുള്ളൂ. അത് ജനങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയണം. നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഒരു മാസം മുമ്പ് താങ്കൾ പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞല്ലോ, പറയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിമർശനമുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തിരുത്തലുകൾ പാർട്ടിക്കുള്ളിൽ വേണം. വലിയ വിമർശനമാണ് CPM-ന്റെ മുതിർന്ന നേതാവ് തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ തെറ്റുകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് സമ്മതിക്കുകയാണ്. അത് നേരത്തെ പാർട്ടി സെക്രട്ടറി മറ്റുള്ളവരൊക്കെ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് സമയമുണ്ട്. ഓക്കെ, കേട്ടല്ലോ. ഒരു അടിസ്ഥാനവുമില്ലാത്ത വ്യാജ ആരോപണവുമായി ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെ ഇങ്ങനെ ഓരോ ദിവസവും മാധ്യമങ്ങൾ രംഗത്ത് വരികയാണ്, ഒപ്പം പ്രതിപക്ഷവും രംഗത്ത് വരികയാണ്. എന്നിട്ട് ഈ വ്യാജ ആരോപണങ്ങൾ സഭയിൽ ഉന്നയിച്ച് വലിയ വാർത്തകളാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആളിക്കത്തിക്കാൻ ശ്രമങ്ങൾ നടക്കുമ്പോഴും തെളിവ് എവിടെ എന്ന ചോദ്യം ഒരു സുപ്രധാന ചോദ്യമാണല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാതെ പതിയെ ഇടിഞ്ഞു താഴുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാർക്കോഴ വിവാദത്തിലും ഇത് തന്നെയാണ് നമ്മൾ കണ്ടത്. ഒരു ബാറുടമയുടെ വോയിസ് എടുത്ത് ഇത് ബാർക്കോഴയാണ്, 25 കോടി രൂപ സർക്കാർ മേടിച്ച് പുതിയ മദ്യനയം നടപ്പിലാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എന്ത് ജാതി മോങ്ങലായിരുന്നു. അവസാനം ആ വോയിസ് ക്ലിപ്പ് അവരുടെ സംഘടനയ്ക്ക് വേണ്ടി കെട്ടിടം വാങ്ങാൻ വേണ്ടി പൈസ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇട്ടതാണ് എന്ന വസ്തുത പുറത്തു വന്നതോടുകൂടി തന്നെ
എവിടെ അതും തീർന്നു. മാത്രമല്ല പിന്നീട് ആ കേസ് അന്വേഷിച്ചു പോയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകനിലാണ് എത്തി നിന്നത്. അതായത് മൊഴിയൊക്കെ അവസാനമായിട്ട് എടുത്തത് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകൻ്റെ അർജുൻ രാധാകൃഷ്ണൻ്റെ പക്കലിൽ നിന്നാണ്. പിന്നെ ആ വാർത്ത ആരും കേട്ടിട്ടുമില്ല. ബാർക്കോഴ 2.0 എന്ന് പിന്നെ ആരും മുണ്ടി കേട്ടുമില്ല. ഇപ്പോൾ അതാ പുതിയ വിവാദമാണ് PSC കോഴ. എന്താ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സഭയിൽ ചോദ്യോത്തരവേളയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ചോദ്യം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: PSC അംഗങ്ങളെ നിയമിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അംഗങ്ങളുടെ നിയമനത്തിൽ ഒരു തരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങളുമില്ല. തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ആളുകൾ ശ്രമിക്കും. ആ തട്ടിപ്പിനെതിരെയുള്ള നടപടികൾ സ്വാഭാവികമായും ഉണ്ടാകും. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് തട്ടിപ്പാണ്. ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കേരളത്തിലെ PSC പ്രശംസനീയമായ രീതിയിലാണ് ഭരണഘടനാ ചുമതല വഹിക്കുന്നത്. PSCയെ അപകീർത്തിപ്പെടുത്താൻ പല ശ്രമങ്ങളും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അതായത് ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് N. ഷംസുദ്ദീൻ ഉന്നയിച്ച ചോദ്യത്തിനാണ് അദ്ദേഹം ഉത്തരം നൽകിയത്. അപ്പോൾ ഈ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഒരു വേർഷൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും പിടിവിടില്ല എന്ന വാശിയിലാണ് ഇവിടുത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും. ഇവർ രണ്ടുപേരും വിചാരിച്ചിരിക്കുന്നത് സർക്കാരിനെതിരെ ഇങ്ങനെ കുറേ വ്യാജ ആരോപണങ്ങൾ ഓരോ ദിവസവും, അതായത് ഒരു ദിവസം പോലും വിട്ടുപോകാതെ ഓരോ ദിവസവും ഒരു 4-5 ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒപ്പം ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെ ഇതുപോലുള്ള ചില വ്യാജ ആരോപണങ്ങളൊക്കെ എടുത്തിട്ടടിച്ചാൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ജനം ഈ സർക്കാരിനെ അങ്ങ് വെറുക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ ഇങ്ങനെ വ്യാജ ആരോപണങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ പടച്ചുവിടുന്നത് വളരെ നല്ല കാര്യമാണ്, വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ വല്ലപ്പോഴും ഒക്കെയാണ് ഇങ്ങനെ ഇട്ടിരുന്നതെങ്കിൽ ജനം വിശ്വസിച്ചാണ്. പക്ഷേ ഇത് ദിവസവും കാണാൻ തുടങ്ങിയതോടുകൂടി തന്നെ ജനങ്ങൾക്ക് നിങ്ങളുടെ അജണ്ട വളരെ വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വ്യാജ വാർത്തയാണെന്ന് ആരും ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ വാ തുറക്കുന്നത് സർക്കാരിനെതിരെ വ്യാജ വാർത്ത പറയാൻ വേണ്ടി മാത്രമാണെന്ന് ഇപ്പോൾ നാട്ടുകാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നടക്കട്ടെ. KPCC ആപ്പീസിൽ ഈ ചാനലുകൾക്ക് ഒരു റൂം കൂടി റെഡിയാക്കി കൊടുത്ത ബേഷായി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. അതെല്ലാം തെറ്റായ രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. റിയാസിനൊന്ന് അങ്ങനെ ഇപ്പോൾ പേര് എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ സംസ്ഥാന സെക്രട്ടറി എന്ത് അന്വേഷിക്കണ്ടേ? എന്തന്വേഷിക്കാൻ? റിയാസ് അത് കൃത്യമായിട്ട് നിഷേധിച്ചു. യാതൊരു തരത്തിലുള്ള ബന്ധപ്പെടലോ അതിനകത്ത് മാത്രമല്ല ഞങ്ങൾക്കറിയാലോ ഇല്ലാന്ന്. അത് വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതായത് PSC മെമ്പർമാരെ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. സെക്രട്ടേറിയറ്റ് വഴി ബന്ധപ്പെട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ധാരണയുള്ളതാണ്. ആ ധാരണ വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ആരോട് നിങ്ങളിലുള്ളിടത്തോളം കാലം ആരോടും നല്ലോണം വന്നുകൊണ്ടിരിക്കും. നിങ്ങളെ പ്രധാനപ്പെട്ട പണിയെ ആരോടും ഉന്നയിക്കില്ലേ? അത് നമുക്ക് അന്വേഷിച്ച് നോക്കാം. ആയിക്കോട്ടെ, അവരന്വേഷിച്ചോട്ടെ. പോലീസിന്റെ മുമ്പിൽ കിട്ടിയിട്ട് പോലീസ് അന്വേഷിക്കട്ടെ. നമുക്ക് എന്താർക്കും ഞങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ട, CBI അന്വേഷിക്കേണ്ട, ED അന്വേഷിക്കേണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ആരോപണം അന്വേഷിച്ചോട്ടെ. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതയെയും ഈ പാർട്ടി വെച്ച് പൂരിപ്പിക്കുന്ന പ്രശ്നമില്ല. അല്ലാതെ അത് വേറെ പാർട്ടികളെ നോക്കിയാൽ മതി കേട്ടോ.